ഹായ്, വെൽക്കം ബാക്ക്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ലീനിയർ കൺവല്യൂഷൻ എങ്ങനെ TMS320 C6748 കിറ്റിനകത്ത് ചെക്ക് ചെയ്യുന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഇവിടെ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ അതിനകത്തുള്ള പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് ബിൽഡ് ചെയ്ത് കിറ്റിനകത്ത് അതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാനാണ് പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ CC സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, കിറ്റ് ഇപ്പോൾ കണക്റ്റഡ് അല്ല, നോ ടാർഗറ്റ് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ആദ്യം നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ ന്യൂ സെലക്ട് ചെയ്യുക. നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലീനിയർ കൺവ് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പേരൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ റീനെയിം കൊടുത്തിട്ട് തൽക്കാലം ഒരു ടെസ്റ്റ് ലീനിയർ എന്നുള്ള ഒരു പേര് നമുക്ക് തൽക്കാലം കൊടുക്കാം. എന്നിട്ട് ഓക്കെ. സോ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ടാർഗറ്റ് 67 ആണ്. സോ 67XX സെലക്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, കുറച്ച് ഫോൾഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയൽ, ന്യൂ, സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യുക. സോ ഈ ഫയലിലാണ് നമ്മുടെ പ്രോഗ്രാം എഴുതേണ്ടത്. സോ ഇവിടെ തൽക്കാലം ഞാനൊരു പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് സാമ്പിൾ പ്രോഗ്രാം Ctrl+A ഞെക്കി സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാണ്. സോ കോപ്പി, എന്നിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാണ്. സോ ഇതിൽ പ്രോഗ്രാം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യണം. സോ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ആ ഫോൾഡറിനകത്ത് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ടെസ്റ്റ് ലീനിയർ കൺവല്യൂഷനാണ്, അതിനകത്ത് പോയിട്ട് .c എക്സ്റ്റൻഷനിൽ നമ്മൾ ഫയൽ സേവ് ചെയ്യുക. ഇവിടെ തൽക്കാലം നമ്മൾ ലീനിയർ കൺവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ് വിത്ത് .c എക്സ്റ്റൻഷൻ. ഇതിൽ ഈ .c എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ സേവ് കൊടുക്കുക. ഇനി നമ്മളുടെ പ്രൊജക്റ്റ് വിൻഡോയിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ആ .c എക്സ്റ്റൻഷനുള്ള ഫയൽ സേവ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി ഇതിനെ നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ആഡ് ഫയൽസ് ടു പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് ആ ഫോൾഡറിൽ പോയിട്ട് നമ്മളുടെ ആ C പ്രോഗ്രാം ആ ഫോൾഡർ തന്നെയാണുള്ളത്, അത് സെലക്ട് ചെയ്യാം. ഇവിടെ സോഴ്സിൽ നോക്കിയാൽ ആ പ്രോഗ്രാം വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ. സോ ഇത് കമ്പയർ ചെയ്തിട്ട് എററൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇതിനകത്ത് കുറച്ച് ഫയൽസുകൾ നമ്മൾ ആഡ് ചെയ്യണം. സോ ഇവിടെ കോമൺ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് ഞാൻ ഈ ഫയൽസുകൾ ഇട്ടിട്ടുണ്ട്. ഈ ഫയൽസ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് എൻ്റെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്തേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. സോ ടെസ്റ്റ് കൺവ് പ്രൊജക്റ്റ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യാണ്. ഇതിൽ 3 ഫയലും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് ആവശ്യമില്ല, ബട്ട് മറ്റ് പല പ്രോഗ്രാമിന് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. സോ ഇവിടെ നമുക്ക് ആ ഫയൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക്, ആഡ് ഫയൽസ് പ്രൊജക്റ്റ് കൊടുക്കുക. ഇവിടെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് ഇവിടെ ഓൾ ഫയൽസ് താഴെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കാണുള്ളൂ. ലിങ്കർ ആ ഫയൽ ഞാനിതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണ്. അതിവിടെ ഇങ്ങനെ ലിങ്ക് ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മളിത് ജസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സോ എറേഴ്സ് 0 ആണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അത് ബിൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ ബിൽഡ് അല്ലെങ്കിൽ റീബിൽഡ് ഓൾ കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബിൽഡാവും. 0 എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബിൽഡായിട്ടുണ്ടാവും. ഇനി നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഡീബഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിനകത്ത് ഒരു ഔട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സെയിം നെയിമിൽ. ഈ ഔട്ട് ഫയലാണ് നമ്മുടെ കിറ്റിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ കിറ്റ് കണക്ട് ചെയ്യുക. അതിൻ്റെ USB കണക്ടർ കണക്റ്റഡ് ആയിരിക്കണം, AC അഡാപ്റ്റർ ഓൺ ആയിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പവർ സ്വിച്ച് ഓണായിട്ട് LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ CC സ്റ്റുഡിയോയിൽ വരിക. അതിനകത്ത് ഇവിടെ ഡീബഗിൽ
കണക്റ്റ് ഉണ്ട്. സോ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ നോക്കിയാൽ കാണാം ദ ടാർഗറ്റ് ഈസ് നൗ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഫയൽ നമ്മുടെ ഔട്ട് ഫയൽ നമ്മുടെ കിറ്റിനകത്തേക്ക് ലോഡ് ചെയ്യാം. സോ ഫയലിൽ ലോഡ് പ്രോഗ്രാമിൽ കൊടുത്തിട്ട് ആ ഫോൾഡർ ഡീബഗ് ഫോൾഡറിനകത്തുള്ള ഔട്ട് ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. സോ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത് നമ്മൾ മെമ്മറി ലൊക്കേഷൻസിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ആ മെമ്മറി ലൊക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വ്യൂവിൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ലൊക്കേഷൻസ് കാണാം. സോ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ ഇൻപുട്ട് x(n) എന്ന് പറയുന്നത് ഈ ഒരു അഡ്രസ്സിലാണ് കൊടുക്കുന്നത്. സോ ആ അഡ്രസ്സ് അതുപോലെ അവിടുന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്രസ്സ് കാണാൻ പറ്റും. സോ ഇവിടുന്ന് ജസ്റ്റ് അൺസൈൻഡ് ഇൻഡിജേഴ്സ് എടുക്കുക. ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഓരോ സീക്വൻസ് ആയിട്ട് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സീക്വൻസ് എൻ്റർ ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ വാല്യൂ അതിലാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഒരു 5 വാല്യൂ ഉള്ള സീക്വൻസ് തൽക്കാലം ഇവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സീക്വൻസ് h(n)ൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് സീക്വൻസ് ഇതുപോലെ കൊടുക്കുക. ഞാൻ ഇവിടെ തൽക്കാലം 1 2 1 2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് ലെങ്ത്ത് കൊടുക്കുകയാണ്. x(n)ൻ്റെ ലെങ്ത്താണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 5 ലെങ്ത്തുള്ള സീക്വൻസ് ആണ് കൊടുത്തത്. സോ ഈ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ സീക്വൻസ് 5 എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ h(n)ൻ്റെ ലെങ്ത്തും ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ 4 ആണ് ലെങ്ത്ത് വരുന്നത്, 4 നമ്മളവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ടാണുള്ളത്. സോ ആ ഔട്ട്പുട്ട് കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് റൺ ചെയ്യണം. സോ ഡീബഗിനകത്ത് റണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇപ്പോൾ അത് റണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ട് അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതേപോലെ അഡ്രസ്സിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഔട്ട്പുട്ട് സീക്വൻസുകൾ കാണാൻ പറ്റും. ഇത് വേണേൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, സെയിം സീക്വൻസ് ആണോ കിട്ടുന്നത് എന്നുള്ളത്. അതേ വാല്യൂസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ കൺവല്യൂഷൻ ഈ DSP കിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.